കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ വലിയ നടപടികൾക്കൊരുങ്ങുകയാണ് ഇറാൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയിൽ പോലും ഡൊണാൾഡ് ട്രംപ് ഒരു വാർ ക്രിമിനലാണെന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഇറാൻ ഇനി ആക്രമിക്കാൻ പോകുന്നത് രണ്ട് രാജ്യങ്ങളെയാണ് എന്നുള്ളതാണ്. ലോക രാജ്യങ്ങളെ മുഴുവൻ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇറാൻ ഇത്തരത്തിലൊരു കടുങ്കൈക്കൊരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും അമേരിക്കൻ വ്യോമത്താവളങ്ങളുള്ള രാജ്യങ്ങളെ ആയിരിക്കും ഇറാൻ ആക്രമിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, UAE, ഇറാഖ്, സൗദി അറേബ്യ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിലുടനീളം US പ്രധാന സൈനിക താവളങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ISനെതിരായ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനും പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കുന്നതിനും ഈ താവളങ്ങൾ അമേരിക്കയെ നല്ലപോലെ സഹായിക്കുന്നുണ്ട്. ഇതിൽ രണ്ട് രാജ്യങ്ങളിലെ താവളങ്ങളാണ് ഇറാൻ ആക്രമിച്ചേക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതിലൊന്ന് ഇറാഖിലെ താവളങ്ങളാണ്. നമുക്കറിയാം, ഇറാഖും ഇറാനും തമ്മിൽ 10 വർഷം നീണ്ടുനിന്ന ഘോര യുദ്ധം നടന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം അമേരിക്ക ഇറാഖിലിറങ്ങി ഇറാഖിനെ തച്ചുടച്ച് പല പ്രവിശ്യകളാക്കി മാറ്റി അമേരിക്ക തിരിച്ചുപോയി. ഇപ്പോഴിതാ ഇറാഖിനെ വീണ്ടും ഇറാൻ ആക്രമിക്കാനിരിക്കുന്നു. പ്രധാനമായിട്ടും അമേരിക്കയുടെ വ്യോമത്താവളങ്ങളാണ് അവിടെ ആക്രമിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ അടുത്തിടെ ഉണ്ടായ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഇറാഖിലെയും സിറിയയിലെയും വ്യോമത്താവളങ്ങൾ ഇറാൻ്റെ തന്ത്രപരമായ ദുർബലവും പ്രതീകാത്മകമായി ശക്തമായ ലക്ഷ്യങ്ങളുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാഖിൽ ഏകദേശം 2500 US സൈനികരും സിറിയയിൽ 1000-ൽ താഴെ സൈനികരും നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ ഈ സ്ഥാനങ്ങൾ ഇറാനിയൻ മിസൈലുകളുടെയും പ്രോക്സി സേനകളുടെയും പരിധിയിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ താൽപ്പര്യങ്ങൾ നിഷേധിക്കാൻ സാധ്യതയുള്ള രീതിയിൽ ഇരു രാജ്യങ്ങളുടെയും സഖ്യകക്ഷി സായുധ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള ചരിത്രമാണ് ഇറാനുള്ളത്. ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തെ തുടർന്ന് 2020-ൽ നടന്ന മിസൈൽ ആക്രമണം, 2023 അവസാനത്തോടെ ഉണ്ടായിരുന്ന ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ തുടങ്ങിയ മുൻ ആക്രമണങ്ങൾ വ്യക്തമായൊരു മാതൃക പ്രകടമാക്കുന്നു. ഈ മാർഗങ്ങളിലൂടെ തിരിച്ചടിക്കുന്നത് ഇറാനെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും അതേസമയം ശക്തി പ്രകടിപ്പിക്കാൻ ഇറാനെ അനുവദിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന US സൈനിക താവളങ്ങളെല്ലാം ഇറാൻ ഡയറക്റ്റായിട്ടൊരു അറ്റാക്ക് നടത്താതെ ഇറാൻ്റെ പ്രോക്സികളെ കൊണ്ടും മിലീഷ്യകളെ കൊണ്ടും അറ്റാക്ക് നടത്താനുള്ളൊരു ശ്രമമാണ് ഇറാൻ ഇപ്പോൾ അവലംബിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.